മദ്യനയത്തിൻ്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിൻ്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. ബാർക്കോഴ വിവാദമുയർന്നതിന് തൊട്ടു പിന്നാലെ ആ വിവാദമുയർത്തി പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. പുതിയ മദ്യനയത്തിൽ പ്രാരംഭ ചർച്ച പോലും നടന്നിട്ടില്ല എന്നും പിന്നെ എങ്ങനെ കോഴയുടെ പ്രശ്നം ഉദിക്കും എന്നുമായിരുന്നു മന്ത്രിയുടെയും സർക്കാരിന്റെയും CPMന്റെയും പ്രതിരോധത്തിന്റെ കാതൽ. ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകത്തിന്റെ ഒരു കോപ്പി പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം ഡയറക്ടർ ബാർ ഉടമകളുമായി ചേർന്ന യോഗത്തിന്റെ അറിയിപ്പിന്റെ കോപ്പി. ബാർ ഉടമകളുടെ നേതാവ് വി സുനിൽകുമാർ അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. യോഗ വിഷയം മദ്യനയമാണെന്ന ലിങ്കിൽ നിന്ന് വ്യക്തവുമാണ്. ഈ യോഗം നടപടിക്രമം മാത്രമെന്ന വിശദീകരണമാണ് ടൂറിസം വകുപ്പ് നൽകുന്നത്. ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ചർച്ചയല്ല എന്നും വിശദീകരിക്കുന്നു. സർക്കാർ വാദം പൊളിഞ്ഞു. മദ്യനയത്തിന്റെ ജാതകം എഴുതിയത് ആരാണ്? യോഗം നടപടിക്രമം മാത്രമോ? ബാർ ഉടമകൾക്ക് മേൽ സമ്മർദ്ദമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്; ശ്രീ LG ലിജീഷ്, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്; അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, BJP ഇന്റലക്ച്വൽ സെല്ലിന്റെ കൺവീനർ. ഇടവേളയ്ക്ക് ശേഷം ചർച്ച. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ബാർ ഉടമകളുടെ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റേതായി പുറത്തുവന്ന ശബ്ദ സന്ദേശം, അത് ഉയർത്തിവിട്ട വിവാദം 3 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അനിമോൻ ഇന്നലെ അത് താൻ പറഞ്ഞിട്ടില്ല, താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നടക്കം മലക്കം മറിഞ്ഞിട്ടുണ്ട്. ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ സംഘടന തള്ളിപ്പറയുകയും ചെയ്തു. ആദ്യത്തെ ദിവസം മന്ത്രി എം പി രാജേഷ്, എക്സൈസ് മന്ത്രി, പറഞ്ഞതിന് ഘടകവിരുദ്ധമായ ചില വാർത്തകൾ പുറത്തു വരുന്നു. ചില വിവരങ്ങൾ, ഔദ്യോഗിക രേഖകൾ തന്നെ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ഇന്ന് വീണ്ടും ചർച്ചയ്ക്കെടുക്കുന്നത്. ശ്രീ ലിജീഷ്, അങ്ങേക്കെന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ലിജീഷ്, ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം എഴുതുകയാണ് വിവാദം പുറത്തുവിട്ടവർ എന്നുള്ളതായിരുന്നു എക്സൈസ് മന്ത്രി ആദ്യത്തെ ദിവസം പറഞ്ഞത്. ഈ ജാതകം അദ്ദേഹം കാണാത്തതാണോ, അതോ യഥാർത്ഥത്തിൽ അതൊക്കെ നേരത്തെ തന്നെ എഴുതി വെച്ചതാണോ? മദ്യനയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഔദ്യോഗികമായി ഒരു യോഗവും ആരംഭിച്ചിട്ടില്ല. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നത്, എനിക്ക് തോന്നുന്നു, ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണെന്നാണ്. ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നടക്കുന്ന യോഗമാണ് അവിടെ ചേർന്നിട്ടുള്ളത്. അത് ടൂറിസം ഡയറക്ടർ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ സംഘടനകളെ പ്രതിനിധീകരിച്ച് എല്ലാം പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിച്ച ചില വ്യത്യസ്തമായ ആശയങ്ങളും വന്നിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള യോഗം വിളിച്ചു ചേർക്കുന്ന സമയത്ത്, ടൂറിസം ഇൻഡസ്ട്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിനകത്ത് പൊതുവെ ഇത്തരത്തിലുള്ള മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവർ ഉയർത്തിക്കൊണ്ടുവരാറുമുണ്ട്. ഈ പ്രാവശ്യവും ആ രൂപത്തിൽ ഇവർ തന്ന നിവേദനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ചേർന്ന യോഗത്തിലാണ് ആ യോഗം നടന്നിട്ടുള്ളത്. അതാണ് അതുമായി ബന്ധപ്പെട്ട ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും പറഞ്ഞു, മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും ടൂറിസം വകുപ്പും ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന യോഗവുമായി ബന്ധപ്പെട്ട് നൽകിയ അറിയിപ്പിൽ പറയുന്നത്, ഇത് മദ്യനയം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ്, അതിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ചേരുന്ന യോഗം എന്നതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന ഡയറക്ടർ മദ്യ മുതലാളിമാരുമായി ചർച്ച നടത്താറില്ല. ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എക്സൈസ് പോളിസിയുടെ റിന്യൂവലുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേരുന്നത് എന്ന്. അപ്പോൾ എങ്ങനെയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുന്നത്? അല്ല, ഇതിനകത്ത് ഓരോ ദിവസം ചേരുന്ന യോഗമല്ല മാധു. ഇതിനകത്ത് കൃത്യമായ ഇടവേളകളിൽ ചില സംഘടനകളും മറ്റുമെല്ലാം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ടൂറിസം ഡയറക്ടർ യോഗം ചേരാറുണ്ട്. കേരളത്തിന്റെ മദ്യനയം ഇടവേളകളിൽ എന്ന് പറയുമ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ കൃത്യമായ ഇടവേളകളിലാണ് ഓരോ സാമ്പത്തിക വർഷത്തേക്കുമുള്ള മദ്യനയം സംസ്ഥാന സർക്കാർ പുറത്തിറക്കാറ്. ആ ഇടവേളയ്ക്ക് മുന്നോടിയായിട്ട് എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ല,
കേരളത്തിലെ മദ്യനയം ചർച്ച ചെയ്യാൻ ഒരു ഈ പറയുന്ന ടൂറിസം വിഭാഗമായാലും മറ്റ് മന്ത്രിതല സംവിധാനങ്ങളായാലും ഒന്നും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. ഇതിനകത്ത് കൃത്യമായി ടൂറിസം ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വ്യത്യസ്ത സംഘടനകൾ കൊടുക്കുന്ന പരാതിയുടെയും മറ്റുമെല്ലാം അടിസ്ഥാനത്തിൽ അത് കേരള അതുപോലെ തന്നെ ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ മാത്രമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഈ യോഗത്തിനകത്ത് നടന്നിട്ടില്ല. ശ്രീ ലിജീഷ്, ഈ പറയുന്ന കുറിപ്പ് അങ്ങ് കണ്ടോ? മാത്രവുമല്ല, ഈ കേരളത്തിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് ശ്രീ ലിജീഷ് ഈ കുറിപ്പ് അങ്ങ് കണ്ടോ? കേരളത്തിന്റെ മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ്. ശ്രീ ലിജീഷ് ഈ കുറിപ്പ് അങ്ങ് കണ്ടോ? കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങളായാലും. ശ്രീ ലിജീഷ് ആ കുറിപ്പ് അങ്ങ് വായിക്കാം. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ കൊടുത്ത അതെ അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മദ്യ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന യോഗമായതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അല്ല, ആ പരാതികൾ പരിഹരിക്കുന്നു എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോളിസി റിന്യൂവൽ എന്ന് വെച്ചാൽ എന്താണ് ശ്രീ ലിജീഷ്? അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് അതല്ല ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് യോഗം ചേരുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മളെ ശബ്ദരേഖയിൽ കേട്ടു. അവരുന്നയിച്ച ആശയങ്ങളും പരാതികളും മദ്യനയം പുതുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. മദ്യനയം പുതുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഈ കുറിപ്പ് ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് വേണ്ടി വായിക്കാം. ഐ എം ഫോർവേഡിംഗ് ഹിയർ വിത്ത് ദ ലിങ്ക് ഓഫ് the Zoom meeting scheduled on 21st 5th 2024 2:30 p.m. presided by the Director, Department of Tourism. ആണല്ലോ അല്ലേ? The subject is the excise policy renewal. ഇനി എന്നെ കൊണ്ടെങ്കിൽ ഇത് വായിപ്പിക്കരുത്. The subject is the excise policy renewal എന്ന് അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ ലിജീഷ്. എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ ചർച്ചയിലേക്കാണ് ക്ഷണിക്കുന്നത്. എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇങ്ങനെയൊരു അറിയിപ്പ് മദ്യ മുതലാളിമാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കണം കേട്ടോ. സർക്കാരിൻ്റെ നയത്തിന് വ്യതിയാനമായി മദ്യ ഉടമകളുമായി മദ്യ മുതലാളികളുമായി അദ്ദേഹം ഒരു രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ, അത് നിങ്ങൾക്ക് കളങ്കമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കണം. അല്ല, മദ്യ ഉടമകൾ മാത്രമല്ലല്ലോ, അതിൽ പങ്കെടുത്ത ആളെയും കൂടി എങ്ങനെയാണെങ്കിലും അത് നോക്കണ്ടേ. പങ്കെടുത്ത വ്യത്യസ്തമായ സംഘടനകളും അതിൽ ഹൗസ് ബോട്ട് അസോസിയേഷൻ ഉൾപ്പെടെ ഉണ്ടല്ലോ. അവരെ ഈ തരത്തിലുള്ള മദ്യത്തിൻ്റെ നയം തീരുമാനിക്കുന്ന ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് നിരവധിയായ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവരൊന്നും ഈ മദ്യനയം തീരുമാനിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളുകളല്ലല്ലോ. ടൂറിസം സ്ഥലങ്ങളിൽ അല്ലല്ല, വിനോദസഞ്ചാര മേഖലകളിൽ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് മദ്യ മുതലാളികൾക്ക് നിക്ഷിപ്തമായ കൃത്യമായ താല്പര്യമുണ്ട്. ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഏത് സമയത്ത് വിളിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ കുറിവെച്ചിട്ടുള്ളത് എന്നത് അവിടെ നിൽക്കട്ടെ. ചർച്ച നടന്നത് ഇവിടുത്തെ എക്സൈസ് പോളിസി റിന്യൂവലിനോടുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് അല്ല അതെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളം മുഴുവനും കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അല്ല, കേരള ടൂറിസം ഡയറക്ടർ ഈ പറയുന്ന ആൾ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പിറക്കിയിട്ടുണ്ട്. എന്തിൻ്റെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നതെന്നും ആരൊക്കെയാണ് പങ്കെടുത്തതെന്നും എന്നെല്ലാം കൃത്യമായി അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു ചർച്ചയും എന്താണ് പറയുന്നത്? ഈ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പുറത്തിറക്കിയ കുറിപ്പിൽ എന്താണ് പറയുന്നത് ശ്രീ ലിജീഷ്? അതെ, കേരളം ഈ പറയുന്ന ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേരുന്ന യോഗമാണ്. അതിന്റെ ചുരുക്കമായി കൊടുത്തതാണത്. പല പരാതികൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, ആ പരാതികൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ പരാതികൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നത് നാട്ടിലെ എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഇത് തത്തയ്ക്ക് ബുദ്ധി ചൊല്ലുന്നത് പോലെ എത്ര തവണയായി ആവർത്തിക്കുന്നു? അല്ല, സമ്മതിക്കുന്നതിലല്ല, ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ മധു. ഞങ്ങൾ കൃത്യമായി പറയുന്നില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ മറുപടി ആകുന്നില്ല ശ്രീ ലിജീഷ്. ഔദ്യോഗികമായി ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല. ഇത് അനൗദ്യോഗികമായിരുന്നോ? അനൗദ്യോഗിക ചർച്ചയിൽ ബാർ മുതലാളിമാർക്കും ടൂറിസം വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർക്കും എന്താണ് കാര്യം?
അങ്ങനെയാണെങ്കിൽ സർക്കാർ അറിയാതെ, സർക്കാരിന്റെ രാഷ്ട്രീയ ബോധ്യമില്ലാതെ, സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഈ പുറത്തു വന്ന സ്ക്രീൻഷോട്ടും വിവരങ്ങളും വ്യാജമാണെന്ന് നിങ്ങൾ പറയണം. അല്ല, ഇത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു വ്യത്യസ്തമായ സംഘടനകളെല്ലാം കൊടുത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ യോഗങ്ങൾ ചേരാറുണ്ട്. അത് ടൂറിസം ഡയറക്ടറും അതുമായി ബന്ധപ്പെട്ടവരാണ് ചേരാറുള്ളത്. അത്തരത്തിലുള്ള യോഗമാണ് ചേർന്നിട്ടുള്ളത്. ആ യോഗം ചേർന്നത് ഇവിടുത്തെ എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അച്ചടി പിശകാണോ? എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടല്ല. എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടല്ല. ശരി, ഒരു മനുഷ്യനെ നിഷേധിക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി അങ്ങ് ചെയ്തു കഴിഞ്ഞു. ശരി ശരി ശ്രീ ലിജീഷ്, അങ്ങ് തുടരണം. ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? ഇതൊരു അച്ചടിപ്പിച്ച കാണുന്നതാണോ, അതോ ബാർ മുതലാളിമാരുമായി ടൂറിസം വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി കുംഭകോണത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണോ? സർക്കാരിന്റെ അറിവില്ലാതെ സർക്കാരിന്റെ നയം ഉദ്യോഗസ്ഥ രാജ് തീരുമാനിക്കുന്നു എന്നാണോ? സത്യത്തിൽ ഈ മദ്യനയത്തിൻ്റെ ജാതകം കേരളത്തിൻ്റെ ക്ലിഫ് ഹൗസിനുള്ളിൽ അതിൻ്റെ ജാതകം, ഭൂതം, ഭാവി, വർത്തമാനമൊക്കെ കേരളത്തിലെ ക്ലിഫ് ഹൗസിനുള്ള പിണറായി ജോത്സ്യരും മരുമകൻ ജോത്സ്യരും കൂടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഒരു മദ്യനയ ചർച്ച അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു റിന്യൂവൽ പോളിസി ചർച്ച ചെയ്യുന്നതിന് ആദ്യം ഒരു ചർച്ച നടത്തേണ്ടത് ആരാണ്? അത് എക്സൈസ് വകുപ്പാണ്, കേരളത്തിലെ എക്സൈസ് വകുപ്പാണ്. പക്ഷേ ഇവിടെ ചർച്ച നടത്തുന്നത് ആരാണ്? കേരളത്തിലെ ടൂറിസം വകുപ്പാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എത്രമാത്രം ഇവിടെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ദ സബ്ജക്റ്റ് ഇസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം എന്നാണ്. അതായത് എക്സൈസ് പോളിസി റിന്യൂവൽ സംബന്ധിച്ചാണ് അന്ന് സൂം മീറ്റിംഗ് വിളിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മദ്യ മുതലാളിമാരുടെ പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുത്തതും രാത്രി 12 മണി വരെ ബാറുകൾ തുറന്നു വെക്കണമെന്നുള്ളതും 1-ാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശാനുസരണം അവിടെ വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇരു മന്ത്രിമാരും കേരളത്തോട് കള്ളം പറഞ്ഞത് എന്നുള്ളത് ആദ്യം വ്യക്തമാകാനുണ്ട്. കാരണം എന്താ? ഇല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഒരു ചർച്ച ഡയറക്ടർ നടത്തിയിട്ടുണ്ട്, ആ ചർച്ചയുടെ തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. പക്ഷേ ചർച്ചയെ പോലും നിഷേധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മടിയിൽ കനമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി ഈ ചർച്ചയ്ക്ക് ശേഷമാണ് കേരളത്തിൽ കഴിഞ്ഞ 21-ാം തീയതിയോടനുബന്ധിച്ച് നടന്ന ബാക്കി കാര്യങ്ങൾ, അതായത് ഈ ബാർ മുതലാളിമാരുടെ യോഗം കൂടുകയും ആ യോഗത്തിൽ തീരുമാനമുണ്ടാകുകയും ചെയ്തു. എന്താണ് തീരുമാനമുണ്ടായത്? സത്യത്തിൽ എന്താ സംഭവിച്ചത്? സത്യത്തിൽ കേരളത്തിലെ 800ഓളം ബാറുകളിൽ ഏതാണ്ട് 1/3 ആളുകൾ പണം കൊടുത്തു. ഈ മദ്യനയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അഴിമതി പണം കൊടുത്തു കഴിഞ്ഞു. അതായത് ഏതാണ്ട് 250 പേർ കൊടുത്തു, ബാക്കിയുള്ളവർ കൊടുത്തില്ല. അങ്ങനെ ഇവർ ഈ യോഗം വിളിച്ചു. ഈ യോഗം വിളിച്ചിട്ട് ഈ കൊടുക്കാത്ത മദ്യ മുതലാളിമാരോട് ഈ പണം കൊടുക്കാൻ പറഞ്ഞു. ആ പണം കൊടുത്തില്ലെങ്കിൽ ഈ മദ്യനയത്തിൽ പുതുക്കലുകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ആ പണം കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റുമായ വ്യക്തി ഇടുക്കിയുടെ ജില്ലാ ഗ്രൂപ്പിൽ പറഞ്ഞ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ്. ഇത് ആദ്യം ശ്രീ പിണറായി വിജയനും ശ്രീ റിയാസും അടങ്ങുന്നവർ ചിന്തിച്ച് കാലേക്കൂട്ടി അവർ മദ്യനയം തീരുമാനിച്ചു. അത് എക്സൈസ് വകുപ്പ് മന്ത്രിയുമായി തീരുമാനിച്ചു. ഇത് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു നിർദ്ദേശം എന്നോണം ഇവിടെ വരാൻ വേണ്ടി. അങ്ങനെ ആ നിർദ്ദേശം അവർ വെച്ചു. നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായ ഉറപ്പ് കിട്ടി, ഈ 2 കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആ അനുകൂലമായ തീരുമാനത്തിന് ഒരു ബാർ 2.5 ലക്ഷം രൂപ കൊടുക്കണം. അതായത് ഏതാണ്ട് 20 കോടിയോളം രൂപ കൊടുക്കണം. അതിൻ്റെ പണപ്പിരിവിൻ്റെ ഓഡിയോ സന്ദേശമാണ് കേരളം മുഴുവൻ കേട്ടത്. ഇതിനെ എത്രമാത്രം നിങ്ങൾ ഇല്ല എന്ന് നിഷേധിച്ചാലും കേരളത്തിലെ ജനം അത് പുച്ഛിച്ചു തള്ളും എന്ന് മാത്രമേ ഇടതുപക്ഷം കരുതിയാലും. ശരി, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, മന്ത്രിമാർ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതിപ്പോൾ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു രേഖയാണ്. അതിനെ അധികൃതർ തള്ളിക്കളയുന്നില്ല എന്നുള്ളിടത്താണ് തള്ളിക്കളയാൻ കഴിയില്ല, അതൊരു ഔദ്യോഗിക രേഖയാണ്. പക്ഷേ എന്നാൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ മന്ത്രിമാർ കള്ളം പറഞ്ഞു എന്ന് സമ്മതിക്കാൻ കഴിയാത്ത നിസ്സഹായതയാണോ, അതോ ഈ പുറത്തു വന്ന രേഖയുടെ സാധുത തള്ളിക്കളയാനുള്ള നിസ്സഹായതയാണോ? എന്താണ് പ്രകടമാകുന്നത്? അല്ല, അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ഇവിടെ മന്ത്രിമാർ കള്ളം പറഞ്ഞു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്.
കാരണം ഇവിടെ ഒരു പാനിക്കാണ് സംഭവിച്ചത്. ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു ലീക്കാണ് ഇവിടെ ഈ അനിമോൻ എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു അഡ്മിഷനോ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലോ അല്ല, അദ്ദേഹം ബോധപൂർവമല്ലാതെ നടത്തിയിട്ടുള്ള ഒരു ലീക്കിംഗ് ആണ്. അവിടെ ആ യോഗത്തിന്റെ പ്രത്യേകത, അത് അദ്ദേഹം ആ വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത, അത് എങ്ങോട്ടാണ് അയച്ചതെന്നുള്ള പ്രത്യേകതയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം വോയിസ് ക്ലിപ്പിൽ പറയുന്നത്, ഞാൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള FKH എന്ന് പറയുന്ന സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ എന്ന ഞാൻ ഇപ്പോൾ എറണാകുളത്തെ റിനേസൻസ് ഹോട്ടലിൽ ഇരുന്നുകൊണ്ടാണ് ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ഇവിടെ നമ്മുടെ FKHയുടെ സംസ്ഥാന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബാർ നയത്തിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അവിടെ സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് പല ഉറപ്പുകളും കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉറപ്പുകൾ, ഒന്ന് ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടും 2 ബാറുകളുടെ പ്രവർത്തന സമയം 12 മണി വരെ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുമാണ്. പക്ഷേ അങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കണം. അതായത് 2.5 ലക്ഷം രൂപ വീതം ഓരോ ബാറുടമയും കൊടുക്കണം. 850 അംഗങ്ങളാണ് ഈ പറയുന്ന 802 ബാറുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. അതിൽ 650 ബാറുകളാണ് ഈ പറയുന്ന FKH എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ളത്. ഇവർ 20 കോടി രൂപ കളക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് കൊടുക്കാതെ നമ്മുടെ ഈ കാര്യം നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം എവിടെന്നാണ് പറയുന്നത്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ ആ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് നടന്നിട്ടുള്ള ഹോട്ടലിൽ വെച്ച് ഞാനിത് പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിന്റെ ഫോളോ അപ്പിലാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് FKHയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന ഇടുക്കി ജില്ലാ ഗ്രൂപ്പിലാണ് അദ്ദേഹം അത് പറയുന്നത്. അത് അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പാനിക് ഉണ്ടാവും. പാനിക് ഉണ്ടാവുമ്പോൾ ഉടനെ ചെയ്യുന്നത് എക്സൈസ് മന്ത്രി ഇതിനെ നിഷേധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ആലോചന പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു. അത് പറയുമ്പോൾ തന്നെ അറിയാം അത് അസത്യമാണ്. കാരണം എന്താ? കാരണം നിയമസഭയുടെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ഓൾറെഡി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അവിടെ പ്രതിപക്ഷ അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ഈ 2024 ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടം നിലവിൽ പിൻവലിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ ബാർ നയം മാറാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേരളത്തിന് മുമ്പിലുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് അദ്ദേഹം നിഷേധിക്കുന്നത്. ആ നിഷേധിച്ചതിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഓൺലൈൻ യോഗം, സൂം മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിംഗിന്റെ ഹെഡിങ് തന്നെ റിവിഷൻ ഓഫ് എക്സൈസ് പോളിസി എന്നാണ് പറയുന്നത്. അതായത് മദ്യനയം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗം, ടൂറിസം വകുപ്പ് നടത്തുന്ന യോഗം. ഇതിന്റെ ക്ഷണക്കത്ത് അയക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇതിൽ പങ്കെടുക്കുന്നത് മദ്യമുതലാളിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഈ FKHയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സുനിൽകുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് നിലയിരുത്തുന്നതിനും ഈ താല്പര്യങ്ങൾ എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് എക്സൈസ് വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. എക്സൈസ് വകുപ്പ് പോലും തീരുമാനമെടുക്കാത്ത വിഷയത്തിൽ സ്വന്തം നിലയിൽ ടൂറിസം വകുപ്പ് ഒരു നയം രൂപീകരിക്കാൻ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട യോഗം നടത്തുകയും അതിന്റെ ഭാഗമായി ബാർ മുതലാളിമാരോട് ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രി അടിയന്തരമായിട്ട് രാജിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന അദ്ദേഹമല്ല, മറ്റൊരു വകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണെന്ന്. ഇപ്പൊ ടൂറിസം വകുപ്പ് തന്നിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള വിശദീകരണത്തിൽ പറയുന്നത് ഇങ്ങനൊരു യോഗത്തെ പറ്റി ടൂറിസം മന്ത്രി അറിഞ്ഞിട്ടില്ല, ഇത് ഡയറക്ടറുടെ തലത്തിലാണ് മാത്രമാണ് നടന്നിട്ടുള്ളത്, ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ വകുപ്പ് മറ്റു വകുപ്പുകളുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിയന്ത്രണം ഈ വകുപ്പിനില്ല എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, സംസ്ഥാനത്തിന്റെ മദ്യനയം മാറാൻ പോവുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് കേരളത്തിൽ 27 ബാറുകളെ ഉണ്ടായിരുന്നുള്ളൂ. 1ാം പിണറായി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലെ ബാറുകളുടെ എണ്ണം 672 വർദ്ധിച്ചു. അതായത് എന്താ പറയുക, എത്ര ശതമാനത്തിന്റെ വർധനമാണ്. അതിനുശേഷം ഇപ്പൊ 2ാമത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ ഇതുവരെ 130 പുതിയ ബാറുകൾ കൂടി അനുമതി കൊടുത്തു. കേരളത്തിൽ ഇന്ന് 802 പുതിയ ബാറുകളുണ്ട്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണെന്നൊക്കെ പറഞ്ഞ സർക്കാരാണിത്. പക്ഷെ കേരളത്തിലെ കൊല്ലത്തുള്ള അഞ്ചലിലെ ഒരു സ്കൂൾ തന്നെ ഇപ്പോ മദ്യശാലയാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സർക്കാരിന്റെ കാലത്താണ് കണ്ടത്. അത്രയും അധികം ബാറുകൾ വന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശരി, ശ്രീ ലിജീഷ് ഇപ്പോ തീർച്ചയായും അങ്ങ് പൂർത്തീകരിക്കും. ആദ്യത്തെ ടൈമാണ്, അങ്ങ് പൂർത്തീകരിക്കും.
അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ ഒരു മദ്യനയം ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടൊരു നയം സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ കൂടുതൽ പ്രോമിസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു പിരിവ് നടത്തിയിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു അഡ്മിഷൻ അല്ലാതെ അതൊരു എന്താണ് പുറത്തു വന്ന് അദ്ദേഹം പോലും അറിയേണ്ട പുറത്തു വന്നിട്ടുള്ളൊരു സാധനമാണ്. അത് പിറ്റേ ദിവസം ബാർ ഉടമകൾ നിഷേധിക്കുകയും ഇദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തന്നെ നിഷേധിക്കുമ്പോൾ ഈ ബാർ ഉടമകളുടെ ഈ പറയുന്ന ആദ്യത്തെ നിഷേധത്തിന്റെ വിശ്വാസ്യത കൂടി തകരുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം ഇത് ഹഷപ്പ് ചെയ്യാൻ, ഈ വിഷയം പുറത്തു വന്നതിന്റെ ഉടനെ തന്നെ ഈ വിഷയം മൂടി വെക്കാനും ഇതിനെ ഇല്ലാതാക്കാനുമുള്ള സർക്കാർ തലത്തിലൊരു ഇടപെടൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, ഓക്കെ. ശ്രീ ലിജീഷ്, ഇപ്പോൾ ഈ കത്ത് വായിച്ച ആർക്കും ഇതിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടോ അതിൽ പങ്കെടുത്തവരുടെയോ അവരുടെ താല്പര്യത്തിൻ്റെയോ അവരുടെ നിർദ്ദേശങ്ങളുടെയോ കാര്യത്തിലൊരു സംശയവും ഉണ്ടാകാൻ വകുപ്പില്ല. എന്തുകൊണ്ടാണ് അങ്ങേക്ക് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഈ പറയുന്ന സംശയം ഉണ്ടാകുന്നത്? ഇത് ഈ പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രം ഒരു തർക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? അല്ല, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാധു. ഞങ്ങൾ പറഞ്ഞു കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ചയും പ്രാഥമികമായി പോലും ആരംഭിച്ചിട്ടില്ല. അതിലൊരു വ്യക്തത കുറവില്ല. കേരളത്തിനകത്ത് എക്സൈസ് മന്ത്രിയായാലും ഇപ്പോൾ ടൂറിസം മന്ത്രിയായാലും എല്ലാം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ ഇവിടെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ശങ്കുട്ടിയൊക്കെ ഉൾപ്പെടെ പറയുന്നത് എല്ലാം വിപരീതമായ കാര്യങ്ങളാണ് പറയുന്നത്. കേരളത്തിനകത്തെ ഈ പറയുന്ന ടൂറിസം വകുപ്പാണ് ഇപ്പോൾ മദ്യനയത്തിന് നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറയുകയാണ് ഉദ്യോഗസ്ഥരാജാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് ഇവരൊക്കെ രാജിവെക്കണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിനകത്ത് ഇപ്പോൾ നേരത്തെ ശ്രീ അബിൻ വർക്കിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേരളത്തിനകത്ത് ഇന്ന് അധികാരത്തിലേറ്റ ഗവൺമെൻറ് അല്ലല്ലോ LDFൻ്റെ ഗവൺമെൻറ്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിനകത്ത് LDFൻ്റെ ഗവൺമെൻറ് ഭരണം നടത്തുകയാണല്ലോ. അതിനകത്ത് എക്സൈസ് വകുപ്പ് ഉണ്ടല്ലോ. കഴിഞ്ഞതിനും എക്സൈസ് വകുപ്പ് വന്നല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആർക്കെങ്കിലും ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഭരിക്കുന്ന സമയത്ത് അബിൻ വർക്കി ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ? കേരളത്തിനകത്ത് എന്തുമാത്രം തെറ്റായ പ്രവണതകളായിരുന്നു നിങ്ങൾ ഈ മേഖലയിലൊക്കെ നടത്തിയത്. എന്നിട്ട് ഒരു പ്രയാസവും കൂടാതെ നിങ്ങളൊക്കെയാണോ ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുന്നത്? നിങ്ങൾ എന്ത് കാര്യത്തിനകത്താണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? നിങ്ങൾ നോക്ക്, ഇപ്പോൾ വന്നൊരു ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ഈ പറയുന്ന അനിമോൻ. ഞങ്ങളതാണ് നേരത്തെ പറഞ്ഞ MP രാജേഷ് ഉൾപ്പെടെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചല്ലോ, FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചല്ലോ. ഈ അനിമോൻ എന്ന് പറയുന്ന വളരെ സംശുദ്ധനായിട്ടുള്ള ആളായിട്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇത് പറയുന്ന UDFുമായി ബന്ധപ്പെടുന്ന ആളല്ലേ? ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന ആളല്ലേ? ആ വിഭാഗത്തിൽ വരുന്ന ആളല്ലേ അയാളൊരു ശബ്ദ സന്ദേശം ഇതാ ഞങ്ങളിതാ പൈസ വിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിനകത്ത് ഒരു സാധനം ലീക്കായി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിനകത്ത് എക്സൈസ് മന്ത്രിയും മറ്റുള്ളവരൊക്കെ പണം വാങ്ങി കേരളത്തിനകത്ത് മദ്യനയം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനതാ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ 8 വർഷമായല്ലോ കേരളത്തിനകത്ത്. ആർക്കെങ്കിലും ഇതിനകത്ത് ഇടപെടാൻ കഴിയുമോ? ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബാർ മുതലാളിമാരാണോ കേരളത്തിനകത്ത് LDFൻ്റെ മദ്യനയം തീരുമാനിക്കുന്നത്? ഞങ്ങളതല്ലേ വളരെ കൃത്യമായി പറയുന്നത്. ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ആരംഭിച്ചു, ഇന്നെന്ന വിഭാഗമായി ചർച്ച നടത്തി എന്ന് പറയുന്നതിൽ എന്താ മഹാ അപരാധങ്ങളുണ്ടോ? അത് ഇല്ലാത്തത് കൊണ്ടല്ലേ അത് പറയുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ എന്നതൊരു സംശയമായി എനിക്കുണ്ട്. കേരളത്തിലെ അബ്കാരികളാണോ ഇവിടുത്തെ അബ്കാരി നയം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ സർക്കാരിനോട് ചോദിക്കുന്നത്. ഇപ്പൊ ആ ചോദ്യം അങ്ങ് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങ് 2 വാക്കുകളാണ് ഉപയോഗിച്ചത്. ഔദ്യോഗികമായി ചർച്ച നടന്നിട്ടില്ല, ഔദ്യോഗികമായി ചർച്ച നടന്നിട്ടില്ല, പ്രാഥമികമായി ചർച്ച നടന്നിട്ടില്ല. ഈ ചർച്ച ഇതിലേത് വകുപ്പിൽ പെടുന്നതാണ്? ഇങ്ങനൊരു യോഗം നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഇതിലേത് വകുപ്പിൽ പെടുന്നതാണ്? അല്ലെങ്കിൽ ഇതിനപ്പുറത്തുള്ള ഏത് വകുപ്പിൽ പെടുന്നതാണ്? ഞാൻ പറഞ്ഞു, അങ്ങ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേരളത്തിനകത്ത് LDFന്റെ ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രാഥമികമായി മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ഈ ചർച്ച ഏത് വകുപ്പിലുള്ളതാണ്? യോഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യത്യസ്തമായ അതെ ഞാനതാണ് പറയുന്നത്. ഞാൻ പറയുന്നതാണ്, ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. കേരളത്തിനകത്തെ വ്യത്യസ്തമായ സംഘടനകൾ, ഹോട്ടൽ ഉടമകൾ, അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഉടമകൾ, അതുമായി വ്യത്യസ്തമായ ആളുകൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർന്ന യോഗമാണ്. അത് ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
ടൂറിസം വകുപ്പ് ശരി, ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? അങ്ങയുടെ കയ്യിൽ ആ കോപ്പി ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണം. ഇതുപോലെ കേരള അതെ ഉണ്ട് ഞാൻ പറഞ്ഞ കേരളത്തിനകത്തെ ഈ പറയുന്ന വ്യത്യസ്ത സംഘടനകൾ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് മദ്യത്തിനകത്ത് അവർ ഉന്നയിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അതിനകത്ത് അവ്യക്തതയില്ല. അല്ല, സബ്ജക്ട് എന്താണ്? ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? അങ്ങ് ഇത് പറഞ്ഞാൽ ഈ ചർച്ച മുന്നോട്ട് പോകുള്ളൂ. ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരള ടൂറിസം കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് മദ്യത്തിൻ്റെമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിന് ചുരുക്കിയിട്ട് അതിനകത്ത് ചിലപ്പോൾ പരാമർശിച്ചിട്ടുണ്ടാവാം. കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ചർച്ച തുടങ്ങിയിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങളും മാത്രമാണ്. ശരി, പരാതി ശ്രീ ലിജീഷ് അതിൽ പരാതി പരിഗണിച്ചിട്ടുണ്ടായിരിക്കാം, ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടായിരിക്കാം, എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടാകാം. വേണമെങ്കിൽ ഒരു 24 മണിക്കൂറോ 48 മണിക്കൂറോ നോൺ സ്റ്റോപ്പ് ചർച്ച നടന്നിട്ടുണ്ടാകാം. ഞാൻ ചോദിക്കുന്ന ഈ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്ട് എന്താണ്? അങ്ങ് ഒന്ന് വായിക്കണം ശ്രീ ലിജീഷ്. ഇങ്ങനെ കണ്ണുകെട്ടി കേരളത്തെ മുഴുവനും പൊട്ടന്മാരാക്കരുത്. അല്ല, ഞങ്ങളല്ല പൊട്ടന്മാരാക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരും അതുപോലുള്ള ആളുകളാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടാണ് യോഗം അങ്ങ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അങ്ങേക്ക് ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിലൊരൊറ്റ സെന്റൻസിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഈ യോഗത്തിന്റെ സബ്ജക്ട്. ഞാൻ 10,000 തവണ അങ്ങോട്ട് ചോദിക്കാൻ തയ്യാറാണ്. എന്താണ് ഈ യോഗത്തിന്റെ സബ്ജക്ട്? അത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. മാധു ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഉത്തരം മതി. ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം അങ്ങ് പറയണ്ട, അതിൽ എഴുതി വെച്ചിരിക്കുന്ന മതി. അത് ഞാൻ പറയട്ടെ. എന്റെ ഉത്തരം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. കേരളത്തിനകത്ത് വ്യത്യസ്തമായ സംഘടനകൾ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗമാണത്. ആ യോഗത്തിനകത്ത് അവർ മദ്യനയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിയിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. അതാണ് എന്റെ മറുപടി. എന്ത് ചർച്ച നടന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇതൊരു യോഗത്തിന്റെ അറിയിപ്പാണ്. ഈ യോഗത്തിൽ എന്ത് ചർച്ച ചെയ്യും എന്നാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? ഞാൻ ഇനിയും ചോദിക്കും ശ്രീ ലിജീഷ്, ഞാൻ ഇനിയും ചോദിക്കും. അതെ, അതാണ് പറഞ്ഞത്. അവർ ഉന്നയിച്ച വാദവുമായി ബന്ധപ്പെട്ട് അത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവാം. ആ ചുരുക്കി പറഞ്ഞത് എന്താണ്? അതെ, അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് അല്ലെ? ഇപ്പം അതാണ് നേരത്തെ അങ്ങ് പറഞ്ഞതല്ല, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് എന്നങ്ങ് സമ്മതിച്ചു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ദ സബ്ജക്ട് ഈസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന്. തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് തീർത്തിട്ട് പോകാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ സബ്ജക്റ്റിന്റെ ടോപ്പിക്. സബ്ജക്റ്റിന്റെ ടോപ്പിക്കോ? ടോപ്പിക്ക് വായിക്കേ. ആ സൂം മീറ്റിംഗിന്റെ ടോപ്പിക് എന്താണെന്ന് വായിക്കാവോ? അതെ, അത് ചുരുക്കി കൊടുത്താണ്. അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ചുരുക്കി കൊടുത്താണ്. അങ്ങേക്ക് അത് വായിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ടോപ്പിക്ക് വായിച്ചാലും മതി. താങ്കൾ ആ പേജിലുള്ള സൂം മീറ്റിംഗിന്റെ ടോപ്പിക് പറയുന്നത്. അങ്ങയുടെ കയ്യിൽ ഇപ്പോഴാ കോപ്പി ഇല്ലേ? ഞാൻ അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ വായിച്ചു മാധു. നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞാൻ അതാണ് അതിന് മറുപടി പറയുന്നത്. ഒന്നുകൂടി വായിക്കാമോ? ബന്ധപ്പെട്ട് അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് അവര് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ആണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ചർച്ച ചെയ്ത യോഗത്തിന്റെ സബ്ജക്ട് എന്താണ്? എന്ത് ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞാണ് അവരെ വിളിച്ചത്? നിലവിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുരുക്കമായി കൊടുത്താണ്. ആ ചുരുക്കമായി കൊടുത്തത് എന്താണ്? അവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത്. അതെ, ലിക്വർ പോളിസി എന്നല്ലേ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ. റിന്യൂവൽ ഓഫ് എക്സൈസ് പോളിസി അല്ലെ? എക്സൈസ് പോളിസി റിന്യൂവൽ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു രേഖയിൽ റിന്യൂവൽ ഓഫ് എക്സൈസ് പോളിസി എന്നെഴുതി വെച്ചിട്ട് അങ്ങ് പറഞ്ഞ നേരത്തെ പറഞ്ഞ 2 ഗണത്തിൽ, അതായത് ഔദ്യോഗികമായോ പ്രാഥമികമായോ എന്ന് പോലുമാണ് പറയുന്നത്. ഔദ്യോഗികമായി പോട്ടെ, ഇനി ഔദ്യോഗികമായി മന്ത്രിതലത്തിൽ നടക്കുന്ന മാത്രമേ നിങ്ങൾ ഔദ്യോഗിക കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളെങ്കിൽ ശരി, പ്രാഥമികമായി പോലും ഒരു ചർച്ച നടത്തിയിട്ടില്ലെന്ന് കേരളത്തിലെ മനുഷ്യരുടെ മുഖത്ത് നോക്കി പറയുക. എന്നിട്ട് ബാക്കിയുള്ളവരങ്ങ് വിശ്വസിച്ചോണം അല്ലേ? അതെ, ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. അതെയോ? ബാക്കിയുള്ളവർ വിശ്വസിച്ചോണം എന്ന് പറയുമ്പോൾ അതെ എന്നോ? അതായത് വിശ്വസിക്കണം എന്നുള്ളതാണോ തിട്ടൂരം?
അതെ, ഞാൻ പറഞ്ഞില്ലേ മാധുവും അതുപോലെ മറ്റുള്ളവരും പറയുന്ന എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിക്കല്ലേ? ഞാൻ വിശ്വസിക്കാൻ, ഞാൻ എന്റെ അനുഭവം അല്ല ഇവിടെ പറയുന്നത്. ഞാൻ അല്ലല്ല ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാൻ ഞാൻ ഇവിടെ കബടി വെച്ചിട്ടുള്ള ഒരു കാര്യവുമല്ല പറയുന്നത്. കേരള സർക്കാരിന്റെ ഔദ്യോഗിക രേഖ പുറത്തു വന്നു. കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു യോഗത്തിന്റെ ക്ഷണപത്രത്തിന്റെ കോപ്പി പുറത്തു വന്നു. നാളെ ഈ പറയുന്ന കോപ്പിയോ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയോ വ്യാജമാണെന്ന് സർക്കാർ പറഞ്ഞാൽ അത് വ്യാജമാണ്, പടച്ചുണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ആര് എന്ന് ചോദിക്കാനുള്ള ആർജവം എനിക്കുണ്ട്. ശ്രീ ലിജീഷ്, ഇത് നിങ്ങൾ ഇപ്പോൾ പറയൂ, ഇത് വ്യാജമാണ്, പടച്ചുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയൂ. ഞാൻ വിശ്വസിക്കാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അത് പറയാത്ത വഴിക്ക് കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഒരു യോഗത്തിന് ആളുകളെ വിളിച്ചതിന്റെ ക്ഷണപത്രത്തിന്റെ കോപ്പി പുറത്തു വന്നു. അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടാണെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മന്ത്രിമാർ, നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പാർട്ടി എല്ലാവരും പറയുകയാണ് പ്രാഥമികമായി പോയൊരു ചർച്ച നടന്നിട്ടില്ല എന്ന്. ശരി, വളരെ നന്ദി. ലിജീഷ്, അങ്ങ് തുടരണം കേട്ടോ. ശ്രീ അബിൻ വർക്കി, ഇങ്ങനെ എന്തു പറഞ്ഞാലും, നട്ടുച്ചയ്ക്ക് നിന്ന് നട്ടപ്പാതിരയാണെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പാകത്തിൽ വഴിപ്പെട്ട് നിൽക്കണോ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രതിപക്ഷം, കേരളത്തിലെ മുഴുവൻ സംഘടനകൾ, മനുഷ്യർ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളോടൊക്കെ വലിയ സഹതാപം തോന്നിയത്. കാരണം ഈ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വായൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് എന്നറിയുമ്പോൾ സത്യത്തിൽ സഹതാപം മാത്രമാണ് തോന്നുന്നത്. കാരണം എന്താ, ഇപ്പോൾ കൃത്യമായി പറഞ്ഞു എന്ന് അദ്ദേഹം ഒരു 50 പ്രാവശ്യം പറഞ്ഞു. ഈ കൃത്യം എന്നുള്ള വാക്ക് മാത്രമാണ് താങ്കൾ കൃത്യമായി പറഞ്ഞത്. കാര്യങ്ങളൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. കാരണം എന്താ, ഇപ്പം ആ രേഖ താങ്കളുടെ കയ്യിലുമുണ്ട്, നമ്മളുടെ ശരി കുഴപ്പമില്ല. അപ്പം താങ്കൾ ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒപ്പീനിയനിലെ കൃത്യത ഞാൻ വരുത്താം. അപ്പോൾ താങ്കൾ പറഞ്ഞ രേഖ എൻ്റെ കയ്യിലുമുണ്ട്, ഇവിടെ പറയുന്ന രേഖ എൻ്റെ കയ്യിലുണ്ട്. ആ രേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എക്സൈസ് പോളിസി റിന്യൂവലിനെ സംബന്ധിച്ചാണ്. അതിനകത്ത് എനിക്കോ ആ രേഖയ്ക്കോ താങ്കൾക്കോ ഒന്നും തർക്കമില്ലാത്ത കാര്യമാണ്. 2, ഇപ്പോൾ താങ്കൾ പറഞ്ഞു അതിൻ്റെ ടോപ്പിക്ക് ശ്രദ്ധിക്കണം. ശരി, അതിൻ്റെ ടോപ്പിക്ക് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ സൂം മീറ്റിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? സൂം മീറ്റിങ്ങിൻ്റെ ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ചയില്ല. എക്സൈസ് പോളിസി റിന്യൂവലിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച നടത്തിയത്. അതിനു വേണ്ടിയിട്ടാണ് ആ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ബാർ മുതലാളിമാരെ ക്ഷണിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് അവർ പങ്കെടുത്തത്, അതിനു വേണ്ടിയിട്ടാണ് അവർ നിർദ്ദേശങ്ങൾ വെച്ചത്. ആ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ മന്ത്രിമാരുമായി നേരത്തെ ഉണ്ടാക്കിയ ധാരണയുടെ പുറത്താണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ പണം പിരിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഇട്ടത്, അതിനു വേണ്ടിയിട്ടാണ് ഈ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇനി നിങ്ങളുടെ ഏത് സർക്കാരിലെ ഏത് ഉദ്യോഗസ്ഥർ വന്നാലും, ഏത് പ്രതിനിധികൾ വന്ന് അത് മാറ്റി പറയാൻ ശ്രമിച്ചാലും കേരളത്തിൻ്റെ മുന്നിലുള്ള രേഖ അത് കൃത്യമായി കിടക്കുകയാണ്. 1. ഇനി 2, അദ്ദേഹം UDF സർക്കാരിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് വളരെ നന്നായി. കാരണം എന്താ, ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരി, ഞാൻ താങ്കളുടെ വാദം ശരിവെക്കുകയാണെങ്കിൽ ശ്രീ KM മാണി, അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. കാരണം എന്താ, തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന ധനകാര്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അന്നത്തെ പാർട്ടി സെക്രട്ടറിമാർ പറഞ്ഞത്. അദ്ദേഹം ബാറുമായി ബന്ധപ്പെട്ട് കോഴ നടത്തിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കരിങ്കോഴയ്ക്കൽ എന്നല്ല കോഴമാണി എന്നാണെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പത്നി പ്രിയപ്പെട്ട കുട്ടിയമ്മ ചേച്ചി വീട്ടിൽ നോട്ടൻ എന്ന മെഷീൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതും മാത്രമല്ല, അദ്ദേഹം കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള വലിയ നരകത്തിൽ പോകുമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശരി, ഇപ്പൊ താങ്കൾ ആർജവമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണല്ലോ. ഇന്ന് താങ്കൾക്ക് പറയാമോ, ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ? എൻ്റെ ഒറ്റ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ബാർ കോഴയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ശ്രീ KM മാണി ആയിരുന്നു അതിൻ്റെ പിൻ പോയിന്റ്. ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ? അദ്ദേഹം ബാർ കോഴയിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? അബിൻ വർക്കി, പഴയ കഥകളിലേക്കൊന്ന് പോകുന്നത് നല്ലതാ. ഈ പറയുന്ന UDF കാലത്ത് നടത്തിയിട്ടുള്ള കോഴയുമായി ബന്ധപ്പെട്ട് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം നിങ്ങൾക്ക് നന്നായി അറിയാലോ. ഈ പറയുന്ന ബാബുവും അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞ ആരോപണമായി ഒരു സെക്കൻഡ് ശ്രീ ലിജീഷ്, ഒരു സെക്കൻഡ് ശ്രീ അബിൻ വർക്കി, അതൊരു പ്രശ്നമുണ്ട്. ഈ ചർച്ചയിൽ അടുത്ത ഊഴം അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന്റേതാണ്. ശ്രീ ലിജീഷ്, ഈ ചർച്ചയിൽ അടുത്ത ഊഴം അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന്റേതാണ്. അബിൻ പൂർത്തിയാക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അബിൻ അതിലൊരു ഒറ്റവരി ആൻസറിനാണ് അങ്ങയിലേക്ക് വന്നത്. അങ്ങേക്ക് അത് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അബിൻ പൂർത്തിയാക്കി എനിക്ക് ശങ്കുവിലേക്ക് പോകണം. അങ്ങയുടെ ഇവിടുത്തെ അങ്ങേക്ക് ഇതിന് മറുപടി താങ്കൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ താങ്കളുടെ അവസരത്തിൽ പറയാം. KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ?
അത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് അതല്ല പറയാൻ ഞാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ലോ ഈ UDF കാലത്ത് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിന്റെ കഥ മുഴുവൻ അബിൻ വർക്കി പറയണം. അങ്ങനെയാണ് ഈ പറയുന്ന പണം കൊണ്ടുകൊടുത്തു, രമേശ് ചെന്നിത്തല കൊണ്ടുകൊടുത്തു, കൊണ്ടുകൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് അതൊന്നും മറന്നുപോലെ. അതുപോലെയാണ് LDF ഭരണകാലത്ത് അതുപോലെയാണ് എന്ന് തെറ്റിദ്ധരിക്കല്ലേ. അതുപോലെയാണ് കേരളത്തിനകത്ത് LDF ഗവൺമെന്റ് പണം വാങ്ങിയാണ് പോകുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ പറയുന്നത് അന്നത്തെ ധനകാര്യമന്ത്രി KM മാണി അഴിമതിക്കാരനായിരുന്നു, അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നു എന്നുള്ള നിങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. ഉൾപ്പെടെ കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്നാണ് KM മാണി ഉൾപ്പെടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടോ? KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ? നിങ്ങളുടെ നിലപാടെന്താണ്? UDF ഭരണകാലത്ത് ബാറുമായി ബന്ധപ്പെട്ട് തീവട്ടിക്കൊള്ളയാണ് നടന്നിട്ടുള്ളത്. KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ? അതാണ് ചോദ്യം. നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുത്തത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, എനിക്ക് താങ്കൾക്ക് ഉത്തരമില്ല എന്ന് മനസ്സിലായി. അതായത് നിങ്ങൾ നടത്തിയ സമരം ബഡ്ജറ്റിനെതിരാണ്. എന്തിനാണ്? ബഡ്ജറ്റ് വിൽക്കുന്നു എന്ന് പറഞ്ഞാണ്. പക്ഷെ KM മാണി മദ്യ വ്യവസായത്തിൽ ഇടപെട്ട് അഴിമതി നടത്തിയെന്ന് പറഞ്ഞാണ്. അതിന്റെ പേരിലാണ് നിങ്ങൾ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞത്. അതിന്റെ പേരിലാണ് കോഴമാണി എന്ന് വിളിച്ചത്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? ഇന്നത്തെ നിലപാട് എന്താ? KM മാണി അഴിമതിക്കാരനാണോ അല്ലയോ? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ഉത്തരവില്ല എന്ന് മനസ്സിലായി. ഞാൻ പൂർത്തീകരിക്കാം. അതിനകത്ത് പിന്നീട് പിൻവാതിൽ ചർച്ച നടത്തിയല്ലേ കോൺഗ്രസ്. അപ്പൊ ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നു എന്ന് ഉറപ്പിച്ചോട്ടെ. അതല്ലേ ലൈസൻസ് ഫീസ് പിന്നെ വർദ്ധിപ്പിക്കാതിരുന്നത്? നിങ്ങൾ ഉറപ്പിച്ചോട്ടെ ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നു. 23 ലക്ഷം 30 ലക്ഷം ആക്കുന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ വിഷയം ഞാൻ പൂർത്തീകരിച്ചോളാം. അപ്പൊ അതായത് ശ്രീ ലിജീഷ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ, ആ പ്രതിനിധികൾക്ക് ഇന്നും നിലപാടില്ലായ്മ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ്. കാരണം നേരത്തെ ഇവർ UDF സർക്കാരിനെതിരെ എന്ത് ആരോപണമാണോ ഉന്നയിച്ചിരുന്നത് ആ ആരോപണം ഒന്ന് ഏറ്റുപറയാൻ പോലും ആവുന്നില്ല. കാരണം എന്താ? ഇപ്പൊ കെടാത്ത തീയൊക്കെ കെട്ടുപോയെന്നും ചാകാത്ത പുഴുവൊക്കെ ചത്തുപോയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ അത് തിരുത്തി പറയണം, അല്ലെങ്കിൽ പറയണം ശ്രീ ലിജീഷെ. അതിന് ആർജവം വേണം. അല്ലാതെ ഇവിടെ ഇപ്പൊ എന്താ വിഷയം? ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എക്സൈസ് വകുപ്പിനെ മറികടന്ന്, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഇടപെട്ടു. എന്തിനു വേണ്ടിയിട്ട്? 2, എക്സൈസ് വകുപ്പ് വിളിക്കേണ്ട പോളിസി റിന്യൂവൽ മീറ്റിംഗ് ടൂറിസം വകുപ്പ് വിളിച്ചു. എന്തിനു വേണ്ടിയിട്ട്? 3, എന്തിന് എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. 4, ഈ വിഷയം ഉണ്ടായപ്പോ ഞങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് അന്വേഷണം പോയിട്ട് ഇതിന് വേണ്ടി ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റില്ല? ഇപ്പോ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വൈകുന്നേരത്തെ പ്രൈം ടൈം ചർച്ചയുടെ ഏറെക്കുറെ സിംഹഭാഗവും ഈ പറയുന്ന ടോപ്പിക്കിൽ, ഈ പറയുന്ന ഒരൊറ്റ കത്തിന്റെ മായി ബന്ധപ്പെട്ട വാദങ്ങളിലാണ് പോകുന്നങ്ങയ്ക്ക് ഒരു പക്ഷേ എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ ശ്രീ ശങ്കുട്ടിദാസ്, ഞാൻ എത്ര തവണ ചോദിച്ചു എന്ന് എണ്ണി നോക്കാവുന്നതാണ്. എത്ര തവണ ചോദിച്ചിട്ടും അത് പറയാൻ കഴിയാത്ത എന്ത് നിസ്സഹായത. ശരി, ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോപ്പിക് വായിക്കൂ എന്ന് അബിൻ വർക്കി പറഞ്ഞു. ഇതിന്റെ 12ാമത്തെ വരിയില്ല ടോപ്പിക് ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാൻ കഴിയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 2 മന്ത്രിമാർ, പാർട്ടി സെക്രട്ടറി ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ കള്ളമായി പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ ആളുകളോടും അങ്ങനെ കള്ളം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ കള്ളത്തെ ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എവിടെയാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അത് ഇതിൽ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഗെറ്റ് കോട്ട് ഇൻ വൺസ് ഓൺ ലൈൻ. അവനവൻ്റെ നുണയിൽ തന്നെ പെട്ടുപോവുക. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. ആദ്യ ദിവസത്തെ പരിഭ്രമത്തിൽ MP രാജേഷ് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം, അത് റിയാസിനെ സംരക്ഷിക്കാനായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേ ഇതിൽ ബന്ധപ്പെട്ട യഥാർത്ഥ ആളുകളെ സംരക്ഷിക്കാനായിരിക്കാം, ഒരു വിചിത്രമായിട്ടുള്ള അന്വേഷണമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള നയവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനയ്ക്കോ പരിഷ്കരണത്തിനോ വേണ്ടിയിട്ട് പണപ്പിരിവ് നടക്കുന്നു, സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളെ സംബന്ധിച്ചിട്ടെങ്കിലും അന്വേഷണം നടക്കണ്ടേ? എന്നാൽ താൻ കൂടി ആരോപണ വിധേയനായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം ഒറ്റ ദിവസത്തിൽ പെട്ടെന്ന് പരാതിക്കാരനായി മാറുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ലാതെ അതിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മാത്രം
ഒരു അന്വേഷണത്തിന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ള പ്രിമൈസാണ് ഇവിടെ അങ്ങനെ ഒരു ആലോചനയെ നടന്നിട്ടില്ല എന്ന്. അങ്ങനെ ഒരു ആലോചന നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചാൽ ഒരു കുഴപ്പവും സംഭവിക്കുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ടൂറിസം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടൂറിസം വകുപ്പിന് കുറേ കാലമായിട്ട് കേരളത്തിന്റെ മദ്യനയം പരിഷ്കരിക്കണമെന്ന് ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കേരളത്തിലെ ബാർ മുതലാളികളുടെ ആവശ്യം പോലും അന്യായമൊന്നുമല്ല. ഇപ്പൊ ഡ്രൈ ഡേ പിൻവലിക്കണമെന്ന ആവശ്യം, യഥാർത്ഥത്തിൽ ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവന്നത് 1-ാം തീയതി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള ദിവസമാണ്. അന്നത്തെ ദിവസം ബാറും ബിവറേജും തുറന്നിരുന്നാൽ ശമ്പളം കിട്ടുന്ന ആളുകൾ ഈ പണവുമായിട്ട് നേരെ ബാറിലേക്കോ ബിവറേജിലേക്കോ പോയിട്ട് ഈ പണം മുഴുവൻ മദ്യത്തിന് ചെലവാക്കുകയോ വീട്ടിലേക്ക് എത്തേണ്ട പണം വീട്ടിലേക്ക് എത്താതെ മദ്യശാലകളിൽ പൊലിഞ്ഞു പോവുകയോ ചെയ്യും എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് പണ്ടൊക്കെ 1-ാം തീയതി ഡ്രൈ ഡേ ആക്കിയിരുന്നത്. അപ്പോൾ 1-ാം തീയതി ആൾക്കാർ വീട്ടിലേക്ക് തന്നെ പോകും, പൈസ വീട്ടിലെത്തും, അടുത്ത ദിവസം പിന്നീട് അതിൽ നിന്ന് ജുഡീഷ്യസ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് ചെയ്യാൻ. ഇന്ന് കേരളത്തിൽ ആർക്കും 1-ാം തീയതി ശമ്പളം കിട്ടുന്നില്ല. 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെ മാസമായിട്ട് മുഴുവനായിട്ട് ശമ്പളം കിട്ടാത്ത ആൾക്കാരുണ്ട്. ഈ കാലഘട്ടത്തിൽ 1-ാം തീയതി ഡ്രൈ ഡേ ആക്കി വെച്ചിട്ട് അതിന്റെ തലേ ദിവസം റെക്കോർഡ് കച്ചവടം നടത്തുന്നത് എന്തിനാണ് എന്നത് വളരെ സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഈ സമയവുമായി ബന്ധപ്പെട്ട ഇവരുടെ ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ന്യായമായ ആവശ്യങ്ങൾ പോലും നടത്തിയെടുക്കാൻ വേണ്ടി കോഴ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ കോഴ കൊടുക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയല്ല. ഈ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ചുമതലയിലുള്ള ഒരാള് ആ സംഘടനയിലെ മറ്റാളുകൾക്ക് നിർദ്ദേശ സ്വഭാവത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ലീക്കായതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നം വന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും 2 ലക്ഷം രൂപ വീതം കൊടുക്കണം, ഒരാൾ മാത്രമേ ഇതുവരെയായിട്ട് ഇടുക്കിയിൽ നിന്ന് തന്നിട്ടുള്ളൂ, ബാക്കിയുള്ള എത്ര ആൾക്കാർ തന്നാൽ മാത്രമേ ഈ പണം കൊടുത്താലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. ഇതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്താലേ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യാവസായിക അന്തരീക്ഷത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ന്യായമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പോലും സർക്കാരിന് പണം കൊടുക്കേണ്ടി വരും, കോഴ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ അത് വളരെ ഗുരുതരമാണ്, വളരെ രൂക്ഷമാണ്. ഏറ്റവും ചുരുങ്ങിയത് ആ കാര്യത്തിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എങ്കിലും ഉത്തരവിടേണ്ടതായിരുന്നു. എന്നാൽ ആ കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണമില്ല. എന്ത് കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്? ഈ ശബ്ദ സന്ദേശം എങ്ങനെ ലീക്കായി, ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് എന്ന കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിനെ മുഴുവൻ മൂടിക്കളയാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു നുണ, അതായത് ഇങ്ങനെ ഒരു ആലോചനയെ നടന്നിട്ടില്ല എന്നുള്ള നുണയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ തിരിച്ചടിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ആലോചനയിൽ വന്നിട്ടുള്ള വിഷയമല്ലേ. അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും, ഞാൻ മനസ്സിലാക്കുന്നത് മദ്യനയം രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിൽ നിന്നും അഭിപ്രായം ആരായും എല്ലാ വകുപ്പുകളും സമാനമായിട്ട് ആഭ്യന്തര വകുപ്പിന് അഭിപ്രായം പറയാനുണ്ടാവും. സർക്കാരിന് കണ്ണടച്ച് പറയാൻ കഴിയോ ചർച്ച നടന്നിട്ടില്ല എന്ന്? ഇതൊക്കെ വിവരാവകാശത്തിന്മേൽ പുറത്തു വരാൻ കഴിയുന്ന രേഖകളല്ലേ? മാത്രമല്ല നിയമസഭാ സമ്മേളനം വരാനിരിക്കുന്നു, പ്രതിപക്ഷം വലിയ തോതിൽ ഇതൊരു വിവാദമാക്കിയെടുക്കും. ഇതൊന്നും കാണാതെ പ്രതികരിക്കുമോ? അത് വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹത്തെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയെയും ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകളെയും ഒക്കെ ഞങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾ എന്തു പറഞ്ഞാലും ആൾക്കാർ പച്ചവെള്ളം കൂടാതെ അതങ്ങനെ വിഴുകിക്കോളുന്നുള്ള. ഇപ്പൊ ഈ ചർച്ചയിൽ ഇടതുപക്ഷ പ്രതിനിധി നോക്കൂ, ഈ ചർച്ച കാണുന്നവർക്ക് മുഴുവൻ അറിയാം. ആ പറയുന്ന ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ആ പറയുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്കിൽ പറഞ്ഞിട്ടുള്ളത് റിവിഷൻ ഓഫ് എക്സൈസ് പോളിസി ഇതാണ് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെ 3-4 തവണ ആവർത്തിച്ച് വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല. കെ എം മാണിയുടെ കാര്യത്തിലും സമാനമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ തങ്ങൾ എന്ത് ഇരട്ടത്താപ്പ് കാണിച്ചാലും, തങ്ങൾ എന്ത് വഞ്ചന കാണിച്ചാലും, തങ്ങൾ എന്ത് നെറുകേട് കാണിച്ചാലും അത് എന്താണ്, അത് ഗ്രാൻഡഡ് ആയിട്ട് ആളുകൾ എടുക്കും എന്നുള്ളൊരു വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ ഇവിടെ സാധിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ നിലപാട് എന്തായാലും, ഇതിലെ പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു എന്താണ് വിജിലൻസ് അന്വേഷണം അർഹമായിട്ടുള്ള ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇത് അനിമോൻ പിൻവലിച്ചാൽ പോലും ആരോപണം ഇല്ലാണ്ടാവുന്നില്ല. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. അയാൾ ഇവിടെ വിസിൽ ബ്ലോവർ അല്ല, അയാളൊരു എക്സ്പോസ് നടത്തിയതല്ല, അയാളൊരു അഡ്മിഷൻ നടത്തിയതല്ല. അയാൾ അറിയാതെ അയാളുടെ ഭാഗത്ത് ഒരു തെളിവ് പുറത്ത് വീണു പോയതാണ്, അത് ലീക്കാണ്. അതായത് ഒരു കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് കുറ്റവാളിയിൽ നിന്ന് ഒരു തെളിവ് നഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിൽ നിന്ന് മനഃപൂർവ്വം അല്ലാതെ നഷ്ടപ്പെട്ടൊരു തെളിവ് ഒരു വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സൂചനയായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് അനിമോൻ തന്നെ പിൻവലിച്ചാലും ഈ പറയുന്ന ബാർ അസോസിയേഷന്റെ നേതാക്കന്മാർ പിൻവലിച്ചാലും ആ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം അവിടെ ഇല്ലാതെയാവുന്നില്ല. ആ കാര്യവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വസ്തുതകൾ അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾ തന്നെ അന്വേഷിച്ചാൽ അതിൽ സത്യം പുറത്തു വരില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 2014 ബാർക്കോഴ കേസിൽ വിജിലൻസിന്റെ അന്വേഷണം ഉത്തരവിട്ടു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് വിജിലൻസ് അന്വേഷണത്തിൽ സംഭവിച്ചത്? ഈ പറയുന്ന കെ എം മാണിക്കെതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ കെ ബാബുവിനെതിരെ കേസെടുക്കാനോ പര്യാപ്തമായിട്ടുള്ള തെളിവുകളില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് ഒരു റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ വിജിലൻസ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ വിജിലൻസ് തന്നെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി വിജിലൻസിനെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ഈ കാര്യത്തിൽ അന്വേഷണം
ആവശ്യമാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് കെ എം മാണി ആവട്ടെ കെ ബാബു ആവട്ടെ ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ വന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇവരൊക്കെ രാജിവെക്കാൻ നിർബന്ധിതരായത് ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ വിജിലൻസ് എങ്ങനെയാണ് സ്വന്തം ഭരണത്തിന് കീഴിൽ മന്ത്രിമാരുടെ അഴിമതി കേസുകൾ അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ്. യഥാർത്ഥത്തിൽ അധിക സമയമാണത്, അതുകൊണ്ട് അങ്ങ് വളരെ ചുരുങ്ങിയൊരു മറുപടി ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ ശങ്കുട്ടിദാസ്, പക്ഷേ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന് രാഷ്ട്രീയ മുന്നണി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അന്ന് സംരക്ഷിക്കാനിരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ കെ എം മാണി അഴിമതിക്കാരനാണോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിനെതിരെ വലിയ സമരം നടത്തിയിട്ടുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യം അബിൻവർക്ക് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. കോഴമാണി എന്ന് വിളിച്ചതിനെ സാധാരണഗതിയിൽ കോടിയേരിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു നാവിൽ നിന്ന് വരില്ല CPM-ൽ. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാൻ കഴിയുന്നില്ല. അതൊരു വലിയ രാഷ്ട്രീയ കൗതുകമാണ്. അതെ 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 അല്ല, ഇടതുപക്ഷത്തിന്റെ നിലപാട് മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2023 മെയ് 1-ാം തീയതി ഈ പറയുന്ന ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞ് TL ജേക്കബ് എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയിൽ CBIയോട് സുപ്രീം കോടതി അഭിപ്രായം ആരായുകയും ആ കേസിൽ മെയ് 1-ാം തീയതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ CBI ഈ കേസ് ഏറ്റെടുക്കാൻ അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസിൽ കേരള സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇതിൽ CBIയുടെ അന്വേഷണം ആവശ്യമില്ല, ആ ബാർക്കോഴ എന്ന് പറഞ്ഞത് ഒരു അടഞ്ഞ അധ്യായമാണ്. CBI 2014 VS അച്യുതാനന്ദനാണ്. കോടിയേരി ബാലകൃഷ്ണനേക്കാൾ മുന്നേ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിട്ടുള്ള ആളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് 2014 CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ആ CBI അന്വേഷണത്തിന്റെ ആവശ്യത്തെ ഇന്ന് KM മാണിയുടെ പാർട്ടി ഇടതുപക്ഷത്തിലേക്ക് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ ഈ ചാകാത്ത പുഴുവും അണയാത്ത തീയുള്ള നരകത്തിലേക്ക് പോകുമായിരുന്ന മാണിയെ പറ്റിയിട്ടുള്ള നിലപാട് മാറുകയും അദ്ദേഹത്തിന് 5 കോടി രൂപയുടെ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള അതേ ന്യായം കൊണ്ട് അവരിപ്പോ CBI അന്വേഷണം വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ നിലപാട് എങ്ങനെയാണ് മാറിയത്, വലതുപക്ഷത്തിന്റെ നിലപാട് എങ്ങനെയാണ് മാറിയെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ശരി, ഇടവേള. സ്വാഗതം തിരികെ ചർച്ചയിലേക്ക്. ശ്രീ ലിജീഷ്, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മദ്യനയവുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ വന്നിട്ടുള്ള ശുപാർശകളൊന്നും പരിഗണിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി മുന്നിലുണ്ട്. ഇതിൽ എന്ത് തരത്തിലുള്ള പരിഗണന ഉണ്ടായാലും ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടോ സമയപരിധിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഇത്തരത്തിൽ ബിയർ ലഭ്യമാക്കണമെന്ന ആവശ്യമോ വിനോദസഞ്ചാര മേഖലയിൽ സീസൺ സമയത്ത് ബിയർ ലഭ്യമാക്കണമെന്ന ആവശ്യമോ ഇതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് കോഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യുപകാരം എന്ന ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടും. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയം ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത പ്രതിസന്ധി നേരിടുന്നുണ്ടോ? അങ്ങനെയല്ല. ഇതിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ടായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളായാലും ഒക്കെ ഇത്തരത്തിലുള്ള നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധിയായ ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ കേരളത്തിനകത്ത് ഇപ്പോൾ 8 വർഷമായി LDF ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ വ്യത്യസ്തമായ ഇടവേളകളിൽ യോഗം ചേരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം അവരുടെ ആവശ്യം ഉന്നയിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഡ്രൈ ഡേ വേണമെന്നുള്ളതും അതുപോലെ ഈ പറയുന്ന സമയപരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായാലും ബീവറേജസിൻ്റെ ഔട്ട്ലെറ്റ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടായാലെല്ലാം അതുമായി ബന്ധപ്പെട്ട നിരവധിയായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. പക്ഷേ കേരളത്തിനകത്തെ LDF-ന് നയമുണ്ട്. അതിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് LDF നോക്കാറുള്ളൂ. ഇതിനകത്ത് കോഴയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്ക് എന്തെല്ലാം ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നത്. ഈ പറയുന്ന കഴിഞ്ഞ 8 വർഷമായി കേരളത്തിനകത്ത് LDF-ന്റെ ഭരണമല്ലേ? ഈ പറയുന്ന UDF ഭരിക്കുന്ന സമയത്തുള്ളതുപോലുള്ള അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? ഇവർ ഉണ്ടയില്ല വെടിപൊട്ടിക്കല്ലാതെ ഏതെങ്കിലും കാര്യത്തിനകത്ത് ഉന്നയിച്ച ആക്ഷേപത്തിന് ഉയർന്നു നിന്ന് അതുമായി ബന്ധപ്പെട്ട് പോയോ? 8 വർഷമായില്ലേ ഞങ്ങൾ ഭരിക്കുന്നു. ഈ മദ്യനയോ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ നയങ്ങൾ ഞങ്ങൾ രൂപീകരിച്ചില്ലേ? പുതുതായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്, മദ്യനയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സംഘടനകളും മറ്റുമായി ചർച്ച നടത്തുന്നതിന് ഞങ്ങൾക്ക് തടസ്സങ്ങളില്ല. അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചർച്ച ചെയ്യും. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. അതിൽ ഏതൊക്കെ പരിഗണിക്കണം നോക്കും. ഇവരെല്ലാ കാലത്തും ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ നയത്തിനനുസരിച്ചാണ് രൂപീകരിക്കുന്നത്. പിന്നെ ഇവിടെ ചർച്ചയിൽ പറയുന്ന പ്രതിനിധികൾ പറഞ്ഞത് LDF കോഴ വാങ്ങി എന്നൊക്കെ രൂപത്തിലാണ്. ഈ പറയുന്ന ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, LDF സർക്കാർ കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, നിങ്ങൾ ഈ പറയുന്ന ശബ്ദ സന്ദേശം പുറത്തുവിട്ടാളെന്ന് പറഞ്ഞാൽ വലതുപക്ഷവുമായി ബന്ധപ്പെടുന്നതാണ്. അതെന്താ നിങ്ങൾ പറയാത്തത്? ജോസഫ് ഗ്രൂപ്പിന്റെ ആളാണ്. അവരൊരു ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് പറയാം മന്ത്രി രാജിവെക്കണമെന്ന് പറയാം. ഈ പറയുന്ന യോഗം അതിനാണ് വിളിച്ചിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അത് അങ്ങനെയാണെങ്കിൽ ഹൗസ് ബോട്ട് ഉടമകളെയും വ്യത്യസ്ത സംഘടന ഇതിലേക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ?
അവരെ പ്രത്യേകമല്ലേ വിളിക്കേണ്ടത്? അവരുടെ യോഗം വിളിച്ചപ്പോരെ? ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള നിരവധിയായ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ്. ഞാനതാ നേരത്തെ സൂചിപ്പിക്കുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. വ്യത്യസ്ത സംഘടനകളെ വിളിക്കുകയല്ലേ ചെയ്യുക ഔദ്യോഗികമായി. അങ്ങനെയുള്ള ആരംഭം ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടില്ല. അതാണ് രണ്ട് മന്ത്രിമാരും പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് റിയാസും പറഞ്ഞു, അതുപോലെ തന്നെ എം പി രാജേഷും പറഞ്ഞു വെച്ചത് അതാണ്. അതിനകത്ത് വ്യത്യസ്തമായ ഹൗസ് ബോട്ട് ഉടമകൾ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവിടെ വിനോദസഞ്ചാര മേഖലകളിൽ സീസൺ അടിസ്ഥാനത്തിൽ മദ്യലഭ്യത വരിക എന്ന് പറയുന്ന ഒരു ശുപാർശ വന്നിട്ടുണ്ട് എന്ന കാര്യം പലതവണ അധികൃതർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ ഈ യോഗത്തിൽ അങ്ങനെ ഒഴിച്ചു മാറ്റി നിർത്തപ്പെടേണ്ട, തൊടാൻ പാടില്ലാത്ത, അസ്പൃശ്യതയുള്ള ആരെങ്കിലും ആണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരുടെ കൂടി ആവശ്യമാണിതെല്ലാം. അവരെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൽ ചർച്ചയില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ചർച്ചയുടെ ക്ഷണത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അത് കളഞ്ഞേക്കും. ഇനിയിപ്പോ അതിൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അല്ല, ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ടൂറിസം ഡയറക്ടർ തന്നെ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറയുകയാണ് ഡ്രൈ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ശമ്പളം കൊടുക്കുന്നില്ല, ഇപ്പൊ 1-ാം തീയതി ഒന്നും ശമ്പളം കിട്ടുന്നില്ല എന്ന്. കേരളത്തിനകത്ത് ഈ പറയുന്ന അങ്ങനത്തുള്ള ആക്ഷേപം എന്താ ഉള്ളത്? ഈ പറയുന്ന 8 കൊല്ലവും അങ്ങനെ വന്നില്ലല്ലോ. ഈ പറയുന്ന 1-ാം തീയതി അതുമായി ബന്ധപ്പെട്ടൊക്കെ ശമ്പളം കൊടുത്തില്ലേ? ഈ പറയുന്ന മാർച്ചിൽ വെറുതെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറയുന്ന മാർച്ച് മാസത്തിനകത്ത് മാത്രമാണ് ഒന്നോ രണ്ടോ ദിവസം അത് തെറ്റിദ്ധരിപ്പിക്കും. 1-2 ദിവസം മാത്രമാണ് സർക്കാർ ജീവനക്കാർക്ക് ഈ പറയുന്ന മാർച്ച് മാസത്തിനകത്ത് ചെറിയ വ്യതിയാനം മാത്രം വന്നിട്ടുള്ളത്. അത് ടെക്നിക്കൽ എറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടെക്നിക്കൽ എറാണെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല മറ്റുള്ളവർ പറഞ്ഞത്. അങ്ങനെയല്ല മാധു പറഞ്ഞതിനല്ല ഞാൻ പറയുന്നത്. മാധു പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. അല്ല, അത് ഡ്രൈ ഡേ വന്ന അതിന്റെ കൺസെപ്റ്റ് ആണ് ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞത്. അതിപ്പോ എല്ലാ ദിവസവും, അതായത് സ്വകാര്യ ഇടങ്ങളിൽ പണിയെടുക്കുന്നവരുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ട്, അവർക്കൊക്കെ ശമ്പളം വിവിധ സമയത്താണ് കിട്ടുന്നത്. നമ്മുടെ KSRTC-കാർക്കൊക്കെ 2 ഘട്ടമായിട്ടല്ലേ ശമ്പളം കിട്ടുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. അതിനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകല്ലേ. KSRTC-യിൽ കൃത്യമായി 1-ാം തീയതി ശമ്പളം കിട്ടാറുണ്ട്, അല്ലേ? ഒറ്റത്തവണയായി. KSRTC ബന്ധപ്പെട്ട വിഷയം വേറെയാണ്. ഇവര് പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥരല്ല KSRTC-കാർ. KSRTC-യുമായി ബന്ധപ്പെട്ട വിഷയം വേറെയാണ്. ശരി. KSRTC-യിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ട്. അത് പരിഹരിച്ചു വരികയാണ്. ശരി. അല്ല, ആ കാര്യങ്ങളെ ഞങ്ങളും പറഞ്ഞുള്ളൂ. മാത്രമല്ല, ഈ പറയുന്ന മാർച്ച് മാസത്തിൽ 1-2 ദിവസം ശമ്പളം മാറിയിട്ടുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. പിന്നെ ഡ്രൈ ഡേ 1-ാം തീയതി ആയിട്ട് കാര്യമില്ലല്ലോ. 2-ാം തീയതിയോ 3-ാം തീയതി ശമ്പളം കിട്ടുകയാണെങ്കിൽ അപ്പോഴും ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പോട്ടെ. അങ്ങനെയല്ല മാധു പറഞ്ഞത്. അത് ടെക്നിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. ശരി, ഓക്കെ. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇപ്പോൾ നിങ്ങൾ പ്രത്യക്ഷ സമരത്തിന് യൂത്ത് കോൺഗ്രസ് നാളെ 11 മണിക്ക് ഇവിടെ MP രാജേഷിന്റെ ഓഫീസിലേക്ക് ഒരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ലിജീഷ് പറയുന്നു സർക്കാരുമായി കണക്ട് ചെയ്യുന്ന എന്താണുള്ളത്? ഇവർ പിരിച്ചിട്ടുണ്ടാകാം, ഇവർ അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിരിക്കാം. സർക്കാരുമായി കണക്ട് ചെയ്യുന്ന എന്താണുള്ളത്? ആർക്ക് കൊടുത്തു എന്നില്ല. ഇപ്പോൾ നേരത്തെ കെ ബാബുവിന്റെ അടക്കം, രമേശ് ചെന്നിത്തല അടക്കം അദ്ദേഹം ആരോട് പറയുന്നു മാണിയെ പറ്റി മിണ്ടുന്നില്ല. എന്നിരുന്നാലും കൊടുത്തിട്ടുണ്ട് എന്നൊരു വാക്കുപോലുമില്ല. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ച് ഈ കേരളത്തിലെ പുതിയ മദ്യനയം രൂപീകരിക്കാൻ വേണ്ടി UDF-കാരനായ മദ്യമുതലാളി 20 കോടി രൂപ പിരിച്ച് UDF-ന്റെ നേതാക്കന്മാർക്ക് കൊടുത്ത് പുതിയ മദ്യനയം ഉണ്ടാക്കിയെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എത്രമാത്രം നിരർത്ഥകമായ വാദഗതിയാണ് താങ്കൾ പറയുന്നത്? ഇദ്ദേഹം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അതിനെപ്പറ്റി ഒരു വിജിലൻസ് അന്വേഷണം നടത്തുക. അതൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ നയം 3 പ്രാവശ്യം പറയും. എന്താ നിങ്ങളുടെ നയം? ഇപ്പോൾ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളം രൂപീകരിച്ചതിന് ശേഷം 2015 വരെ കേരളത്തിലുണ്ടായിരുന്നത് 400 ബാറാണ്. കേരളത്തിൽ UDF-ന്റെ നയപ്രകാരം ഞങ്ങൾ ആ 400-ൽ നിന്ന് അത് 29 ചുരുക്കി. അതായത് കേരളത്തിൽ മദ്യനിരോധനം എന്ന് പറയുന്നതായിരുന്നു ഞങ്ങളുടെ കൺസെപ്റ്റ്. പക്ഷേ 2016 അധികാരത്തിലെത്തിയ സഖാവ് പിണറായി വിജയൻ ഈ 400 എണ്ണത്തിന് കൊടുത്തു എന്നത് മാത്രമല്ല, 2023 ആകുമ്പോഴേക്കും മറ്റൊരു 402 എണ്ണത്തിനും കൂടെ അനുമതി കൊടുത്തു. അതായത് കേരളം രൂപീകൃതമായ 60 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കൊടുത്ത മദ്യശാലകളുടെ എണ്ണമാണ്
ഈ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ കൊടുത്തത്. അപ്പം നിങ്ങളുടെ നയം എന്താണ്? കൂടുതൽ മദ്യം ഒഴുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നയം. ആ നയത്തിനനുസൃതമായിട്ടാണ് ഡ്രൈ ഡേ ഇല്ലാതാകുന്നത്. ആ നയത്തിനനുസൃതമായിട്ടാണ് കേരളത്തിൽ കൂടുതൽ സമയം മദ്യ ലഭ്യത ഉറപ്പുവരുത്തേണ്ടത്. ആ നയത്തിനനുസൃതമായിട്ടാണ് നിങ്ങൾ മദ്യ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. താങ്കൾ എത്രമാത്രം നിഷേധിക്കാൻ എനിക്ക് ശങ്കുലേക്ക് പോകണം. ശ്രീ ശങ്കുട്ടിദാസ്, പക്ഷേ ആരോപണം വന്നതിന് ശേഷം പ്രതിപക്ഷവും BJPയും എല്ലാം ഇതിൽ അഴിമതി എന്നുള്ളതാണ് പറയുന്നത്. അന്വേഷണം നടക്കുന്ന അഴിമതിയിലല്ല, ഗൂഢാലോചനയിലാണ്. ഇതിൽ അഴിമതി ആരന്വേഷിക്കും? തീർച്ചയായിട്ടും അതാണ് ഞാൻ കഴിഞ്ഞ വിധത്തിൽ പറയാൻ ശ്രമിച്ചത്. ഈ കാര്യത്തിൽ അഴിമതിയുടെ വിഷയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന FKHA എന്ന് പറയുന്ന സംഘടന പണം പിരിച്ചത്? ഈ പണം ആർക്ക് കൊടുക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്? ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾ ഇത് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്നതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കീഴിൽ CBIയുടെ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട് എന്ന നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് BJPയുടെ ആ കാര്യത്തിലുള്ള അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും ഗൂഢാലോചന അന്വേഷിക്കാനാണ് കൊടുത്തെങ്കിലും സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കടക്കം അന്വേഷിക്കാനുള്ള സാധ്യത തുറന്നിടൽ കൂടിയാണ് എന്നതുകൂടി ചർച്ചയായി വരുന്നുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും.